അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ഫ്രൂട്ട് കണ്ടോ, ഈ നോനിപ്പഴം, ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടല്ലോ. അപ്പൊ അതും എനിക്ക് തോന്നി അതൊരു 1 മില്യൺ അടുത്ത് പോയിട്ടുണ്ട്. 1 മില്യൺ ആയിട്ടില്ല, 1 മില്യൺ അടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, ഇത് എന്ത് പഴമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പഴം ഗൂഗിളിലോ യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്താൽ മതി, നമുക്കറിയാൻ പറ്റും. ഈ പഴത്തിന്റെ പേര് നോനി എന്നാണ്. ഓക്കെ, ഞാനത് ഇന്ന് അതിനെക്കുറിച്ച് തെളിയിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലോ, സാരമില്ല, മഴ ഇച്ചിരി നനയാം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് വീഡിയോ ചെയ്യാൻ നേരത്തെ എൻ്റെ കാലയിൽ എന്തോ കടിച്ചു നീര് വെച്ചിരിക്കുമായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയി മരുന്നൊക്കെ വാങ്ങിച്ചു. അത് കാരണം ഞാൻ സൂക്ഷിച്ച് നിൽക്കട്ടെ, പറമ്പിലല്ല നിൽക്കുന്നത്, അത് കാരണമാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ നല്ല ഔഷധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔഷധ ഫ്രൂട്ട് എന്ന് പറയത്തില്ല, അതാണ്. ചൈനക്കാരും എല്ലാവരും ഇങ്ങനെ കണ്ടുപിടിക്കത്തില്ലേ, കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഒരു 50 ഒറ്റമൂല്യം അതിൽ നിന്ന് ഏറ്റവും ഫസ്റ്റ് മുൻഗണനയുള്ള സംഭവമാണ് ഈ സംഭവം. കണ്ടോ, ഇത് വച്ചത് ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, കണ്ടോ, ഇവിടെയൊക്കെ സംഭവങ്ങൾ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഈ ചെടി നിറയെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ നമ്മുടെ സ്കിന്ന്, സൗന്ദര്യം, പിന്നെ HIV, ക്യാൻസർ, വാദം, അങ്ങനെയെന്ന് പറഞ്ഞ് പല രോഗത്തിനും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇത്. ഇത് കഴിക്കേണ്ട വിധവും ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലാട്ടോ, അടുത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ല, അത്രയും ബാഡ് സ്മെല്ല്. അത് എന്നെ സാധനം എന്ന് വിചാരിക്കും. ഇത് ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ കൂടെ എന്നുവെച്ചാൽ ഞാൻ പറയാം, വല്ല ജ്യൂസൊക്കെ ഇല്ലേ, വല്ല ഓറഞ്ച് ജ്യൂസ്, പൈനാപ്പിൾ, അങ്ങനെ ഏതെങ്കിലും ഒരു ജ്യൂസിൻ്റെ കൂടെ ഈ സാധനം എടുക്കുക. ഇതിന്ന് കുറച്ച് അതിൻ്റെ അകത്ത് ഇടുക, ജ്യൂസായിട്ട് കുടിക്കുക. കാരണം നമുക്ക് അതിൻ്റെ കനർപ്പും ഒരു ചൊവയും അതിൻ്റെ സ്മെല്ലും കാരണം നമുക്ക് ഇത് മാത്രം എടുക്കാൻ കഴിക്കാൻ പറ്റില്ല. കഴിക്കുന്നവരുണ്ട് കേട്ടോ. ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ, ഗൂഗിളൊക്കെ സെർച്ച് നോക്കിയപ്പോൾ ഇത് ഇതേപടി ഇങ്ങനെ എടുത്തിട്ട് ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു. കട്ടായി പോയല്ലോ. അപ്പം ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ, ഇത് കഴുകി വൃത്തിയായിട്ട് ഇതിന്ന് ഒരെണ്ണം എടുത്ത് ഒരു ചില്ലുകുപ്പിയിൽ ഇട്ട് വെക്കാം. ചില്ലുകുപ്പിയിൽ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതൊരു 10, 30, 40 ദിവസം ആകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ജ്യൂസ് ഇറങ്ങി വരും. വണ്ടി പോട്ടെ. അപ്പം അതിൽ ജ്യൂസ് ഇറങ്ങി വരും. അപ്പോൾ ആ ജ്യൂസ് ഇറങ്ങി വരുമ്പം അത് നമ്മൾ ഒരു 10 ml 20 ml ഒക്കെ വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പല അസുഖങ്ങളും വരാതെ തടയും എന്നാണ് പറയുന്നത്. പിന്നെ അസുഖങ്ങൾ വരുന്നവർക്ക് പെട്ടെന്ന് മാറാനും ഉള്ളൊരു സാധനമാണ് ഈ നോനി പഴം. ഓക്കെ, അപ്പോൾ ഇതറിയാത്തവർ എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാൻ നോക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓടിക്കേറി